ക്യാൻസറിനെ തുരത്താൻ കാർടി സെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് ഏപ്രിൽ 6-ന്. ക്യാൻസറിനെതിരായുള്ള ആധുനിക ചികിത്സയായ കാർടി സെൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്യാൻസർ രോഗവിദഗ്ധർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ. ക്യാൻസറിനെതിരെയുള്ള ആധുനിക ചികിത്സയായ കാർടി സെൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ക്യൂറ ഇമ്മ്യൂണിസ് കാർടി സെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് നടത്തുന്നത്. നിലവിൽ ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ പ്രതികരണം ഉണ്ടാകാത്തവർക്കും ക്യാൻസർ തിരിച്ചുവരുന്ന വ്യക്തികൾക്കും ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് കാർടി സെൽ തെറാപ്പി. നിലവിൽ ലുക്കീമിയ, ലിംഫോമ, മൈലോമ എന്നീ രക്താർബുദങ്ങൾക്കാണ് ഈ ചികിത്സ ഏറ്റവും ഫലപ്രദമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യ സൊസൈറ്റി ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജി, അസോസിയേഷൻ ഓഫ് മെഡിക്കൽ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റസ് ഓഫ് കേരള, കൊച്ചിൻ ഹെമറ്റോളജി ഗ്രൂപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 6-ന് നടത്തുന്ന നാഷണൽ കോൺക്ലേവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്യാൻസർ രോഗവിദഗ്ധർ പങ്കെടുക്കുമെന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PV ലൂയിസ്, ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ വരുൺ രാജൻ, സെക്രട്ടറി ഡോക്ടർ തോമസ് കുഞ്ചറിയ, ഓർഗനൈസിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ T ദിവ്യ, ഡോക്ടർ നിധി ആൻകോ എന്നിവർ ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഓങ്കോളജി അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് കാർടി സെൽ തെറാപ്പി. അതിന്റെ ഒരു നാഷണൽ കോൺഫറൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതായത് കാർടി സെൽ തെറാപ്പിയിലെ ഇന്റർനാഷണലി ആയിട്ടുള്ള ഏറ്റവും റിനോൺഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഉണ്ട്, ഡോക്ടർ സത്വ നിലാപൂർ. അദ്ദേഹമാണ് ആക്ച്വലി USA MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം എത്തുക. നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ പുതിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ആൻഡ് കാർടി സെൽ തെറാപ്പി യൂണിറ്റിന്റെ ഒരു ഇനാഗുറേഷൻ കൂടെ ഉണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ കോർട്ടിന്റെ MD ദിവ്യസ് അയ്യർ ആയിരിക്കും. പേഷ്യന്റ് തന്നെ ബോഡിയിലെ ബ്ലഡിൽ നിന്നാണ് ട്രീറ്റ്മെന്റിനുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ആക്ട് ആസ് എ ലിവിംഗ് ഡ്രഗ്. നമ്മുടെ ചികിത്സ കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ ഒരു ലിവിംഗ് ഡ്രഗ് ആയിട്ട് പേഷ്യന്റ് ശരീരത്തിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ എഫക്റ്റ് കണ്ടിന്യൂ. അതായത് ഈ സെൽസ് പോയിട്ട് ക്യാൻസർ കോശങ്ങളെ പോയി കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് അതിനെ ലിവിംഗ് ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ കാർടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്യൂർലി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു കാർടി സെൽ തെറാപ്പി പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞ ഏപ്രിൽ എക്സാക്ട്ലി 1 വർഷം മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ് അത് ആക്ച്വലി ലോഞ്ച് ചെയ്തത്. അപ്പം അതിന്റെ കോസ്റ്റ് വെസ്റ്റേണിൽ ഉള്ളതിനേക്കാൾ 10 മാത്രമേ ഉള്ളൂ. അതൊരു 40 lakhs ആയിരിക്കും ഇന്ത്യൻ കാർടി സെൽ തെറാപ്പിക്ക് ശരിക്കും ചെലവാകുക. എല്ലാ ക്യാൻസറിനുള്ള പ്രതിവിധി എന്നുള്ളതല്ല ഇത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്ന് എല്ലാവർക്കും ഈ ചികിത്സ കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹോപ്പും ഇല്ലാതിരുന്ന ഒരു 20% പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ ചികിത്സ വർക്ക് ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ അവരിൽ അസുഖം മാറി വീണ്ടും ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ആണ് ഈ കാർടി സെൽ തെറാപ്പി എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിലെ വളരെ കുറച്ച് സെന്റേഴ്സ് മാത്രമേ കാർടി സെൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സെന്ററുകളിൽ ഒന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. നമ്മുടെ ബോഡിയിൽ നിന്നുമാണ് ഇത് എടുക്കുന്നത്. ഇതൊരു ഡ്രഗ് അല്ല. നമ്മളുടെ പേഷ്യന്റിന്റെ ലിംഫോസൈറ്റിനെ അപ്പരസിസ് എന്ന പ്രക്രിയയിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കും. അതാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഇത് കമ്പനിയുടെ റിസർച്ച് ലാബിലേക്ക് ചെന്നിട്ട് ആ T ലിംഫോസൈറ്റ്, നമ്മുടെ രോഗിയുടെ തന്നെ T ലിംഫോസൈറ്റിനെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള പരുവത്തിലേക്ക് മോഡിഫൈ ചെയ്ത് അത് കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ലാബ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബിലാണ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതേ T സെല്ലിനെ അത് കളക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റി പ്രോസസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു വൈറൽ വെക്ടർ വഴി ക്യാൻസർ സെല്ലുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആന്റിജൻ ആ T ലിംഫോസൈറ്റിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ T ലിംഫോസൈറ്റിനെ പിന്നീട് കുറച്ച് ഒരു കോസ്റ്റിമുലേറ്ററി ഡൊമൈൻ അങ്ങനെ ഒരു മറ്റൊരു ഘടകം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അതിനെ ഒരു റെഡി ആക്കിയിട്ട് അത് തിരിച്ച് നമ്മുടെ ഇങ്ങോട്ടേക്ക് അതേ ആ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ആ സ്പെഷ്യൽ പ്രിക്കോഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ചെത്തുകയും പിന്നീട് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ രോഗിക്ക് അത് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് ഇത് ബ്ലസ് ചെയ്ത്, പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് ഈ 17-ാം തീയതി, ഏപ്രിൽ 17-ാം തീയതി 5 മണിക്ക് ഗവർണർ ഓഫ് കേരള വന്ന് ഇനോഗ്രേറ്റ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ,
2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,